ഞാൻ പറയുകയാണെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പല്ലാണ്. എന്ന് വെച്ചാൽ ചിരിക്കുമ്പോൾ നമ്മൾ നോക്കി, ഇപ്പം ഞാനിങ്ങനെ വളരെ ഗൗരവമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ആണെന്നല്ല, ഗൗരവം കാണിക്കാൻ എനിക്കറിയില്ല, അറിയാം അങ്ങനെ കാണിച്ചാൽ നിങ്ങൾ പേടിച്ചു പോകും, അത്രയും വലിയ ഗൗരവമായിരിക്കും, അത്ര ഗൗരവമായിരിക്കും. പക്ഷെ ഞാനൊന്ന് ഗൗരവമായിട്ടിരിക്കുന്നു, അതേസമയം ഞാനൊന്ന് ഇങ്ങനെ ചിരിക്കുന്നു. ആ ചിരിക്കുമ്പോൾ തന്നെ ഒന്ന് അതിനൊരു ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഉദാഹരണം പറഞ്ഞ അങ്ങൊന്ന് ചിരിക്കായിരുന്നേ, ഇപ്പൊ ചിരിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങ് ചിരിച്ചു കഴിഞ്ഞാൽ ആ മുഖത്തൊരു പൂ വിരിയണ പോലെയല്ലേ. ഒരു ചെലവും ഇല്ലാത്ത ചില മനുഷ്യർ ചിരിക്കില്ല. ചിലർ ഞാൻ ആരെ കണ്ടാലും ചിരിക്കും. സ്റ്റാഫൊക്കെ പോകുമ്പോൾ അവർക്ക് ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി. ഒരു ഇല്ല, എന്റെ പല്ല് ദൈവാദിനും കൂടെ ഏറ്റവും ഒരു കുഴപ്പമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ അവരൊക്കെ പല്ലിന് വല്ലാതെ ട്രംപൊക്കെ അത് വെച്ചേക്കുന്നതാ. മുടിയുടെയൊക്കെ സൗന്ദര്യം വല്ലാതെ നോക്കുന്നു. പക്ഷെ മലയാളികളുടെ ഒരു ഇതുണ്ട് കൺസെപ്റ്റ്, എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ എന്റെ ഡോക്ടറെ അതൊക്കെ നേരത്തെ ചിന്താഗതിയാ. അപ്പൊ നിങ്ങളുടെ ചിന്താഗതി മാറണം. ഇപ്പൊ ചിന്താഗതി മാറി, റിയലി ചിന്താഗതി മാറി. ഞാൻ പറയുകയാണെങ്കിൽ സാറിന്റെ പല്ല് വെച്ചിട്ടില്ല, അതുമൂലം വരുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്നറിയോ? കടിച്ച് ചവച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ വരാം. ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പല്ല് വെച്ചോളണം. എന്നു വെച്ച് കഴിഞ്ഞാൽ അത് ആന്തരിക അവയവങ്ങൾക്ക് എല്ലാം കുഴപ്പമാണ്. തന്നെയല്ല, ഭക്ഷണം ശരിക്കും ചവച്ചരച്ചാണ് കഴിക്കേണ്ടത് പ്രോപ്പറായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം കുഴപ്പം വരും. തന്നെയല്ല, ഒരു പല്ല് പറഞ്ഞു പോയി, ഒരു പല്ലങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മറ്റ് പല്ലുകൾ ഇങ്ങനെ അടുത്തു വരുന്നു ആ ഗ്യാപ്പിലേക്ക്. അപ്പൊ എന്ത് വരും? ബാക്കി എല്ലാ പല്ലിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നു. അത് പിന്നീട് ഫുഡ് ഇൻഫെക്ഷൻ വരും. ഇപ്പൊ നമ്മളൊരു സദ്യക്ക് വന്നു, എവിടെയും പോയി ഒരു വെണ്ടയ്ക്ക ഇങ്ങനെ കടിക്കുന്നു, അതിൻ്റെ ഒരു നൂല് പോലെ അകത്ത് കയറിയിരിക്കുന്നു. ഒരു ചെറിയ ഭാഗം ഇറച്ചി കഴിക്കുന്നു, മീറ്റ് കഴിക്കുന്നു, മീറ്റിന്റെ ഒരു ഭാഗം അകത്ത് കയറിയിരുന്നാൽ എന്ത് അസ്വസ്ഥതയായിരിക്കും. അപ്പൊ അതുകൊണ്ട് പല്ല് പോയാൽ ഇമ്മീഡിയറ്റ് എടുക്കണം. ഏറ്റവും പരമപ്രധാനമായ മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒന്നാണ് പല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പല്ല് അത് ശരിയായിട്ട് പല്ല് വെക്കുകയും ചെയ്തില്ലെങ്കിലോ, ഞാൻ പറയാം, ഇങ്ങനെ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒറ്റ ബൈറ്റ്. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരൊറ്റ ബൈറ്റേ ഉള്ളൂ. ഇത് സെൻട്രിക് ഒക്ലൂഷൻ എന്ന് പറയും. എന്നാൽ ഇങ്ങനെ മൂവ് ചെയ്യാം, പ്രൊട്രൂസീവ് മൂവ്മെന്റ്, ഇങ്ങനെ സൈഡിലേക്ക് ബൈലാറ്ററൽ മൂവ്മെന്റ്, റൈറ്റ് ലാറ്ററൽ മൂവ്മെന്റ്, ലെഫ്റ്റ് ലാറ്ററൽ മൂവ്മെന്റ്. പലരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ 2000-ഓളം ഒരു ഡിവൈസ് ഉണ്ട്. ഒരെണ്ണത്തിന് 66,000 രൂപ വിലയാണ് ആ ഡിവൈസിന്. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിനകത്ത് ഈ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. നമ്മുടെ സാധനം എങ്ങനെയാണോ ഈ TMJ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് മൂവ് ചെയ്യുന്നത്, ആ മൂവ്മെന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഈ മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യിക്കാം. അതിന്റെ പേര് ആർട്ടിക്കുലേറ്റർ എന്നാണ്. ഒരു മൗണ്ടിങ് ഒരു മെഷീനാണ്. അതിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. നമുക്കറിയില്ല, ഇപ്പൊ ഈ പല്ലിന് ഒരല്പം ഹൈ പോയിന്റ് ആയിട്ട് ചെയ്തു വെച്ചു, അതുമൂലം തലയ്ക്ക് വേദന മാറുന്നില്ല. പല്ല് വെച്ചിട്ട് ഒന്നും ഏതാനും ദിവസം കഴിയുമ്പോൾ തലയ്ക്ക് വേദന മാറുന്നില്ല, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. അത്രമാത്രം ഇമ്പോർട്ടൻസ് പല്ലിനുണ്ട്. പലരുടെയും നിലതെറ്റിയിരിക്കുന്നു, പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിലീപിൻ്റെ പഴയ ഭാര്യയുടെ പേരിന് ഇതൊന്നും പോർത്തുണ്ട് എന്നാ അല്ലല്ല, പഴയ ആൾ മഞ്ജു വാര്യർ. ഒരു പല്ല് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കിയായിരുന്നു. നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പോകുന്ന ഈ സെറാമിക് അല്ലേ? സെറാമിക്, അതിനകത്ത് സിർക്കോണിയം ഓക്സൈഡ്, ആ സിർക്കോണിയം ഉപയോഗിച്ച് ചെയ്യുന്ന പല്ല്. ഡെൻകെയർ സിർക്കോണിയ ബ്രിഡ്ജ്, അത് ഓരോന്നുണ്ട്. ക്ലാസിക്, അങ്ങനെ 6 ടൈപ്പ് ഉണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും വില കൂടിയത് വലിയ വിലയുടെ ഉണ്ട്. അത് ഞങ്ങളുടെ വില പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, സിർക്കോണിയം ഓക്സൈഡാണ് ഏറ്റവും വില കൂടിയത്. അതിനകത്ത് പ്ലാറ്റിനം പ്ലസ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. നമ്മുടെ മാത്രം എത്രയോ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ഉണ്ട്. പലർക്കും ഇവിടെ ഡെന്റൽ ലാബുകൾ എന്ന് പറഞ്ഞാൽ വേൾഡിൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഉള്ളത് ഈ ഡ്രീം വെന്റ് എന്ന് പറഞ്ഞ് കൂർക്കം വലിക്കുമല്ലോ, സ്ലീപ്പ് ആപ്നിയ, അതിന് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് മാത്രമാണ് വേൾഡിൽ ഡ്രീം വെന്റ് ഞങ്ങൾ മാത്രമേ ഇന്ന് വേൾഡിൽ കൊടുക്കുന്നുള്ളൂ. ഞങ്ങളാണ് ഒരു ഓസ്ട്രേലിയൻ കമ്പനിയായിട്ട് അവരുമായിട്ട് മാനുഫാക്ചറിങ് മുഴുവൻ ഇവിടെ ഇന്ത്യയിലാണ്. അവരുടെ ടെക്നോളജി ഇത് വെച്ചാൽ കൂർക്കം വലി ഉണ്ടാവില്ല. ആ ഡിവൈസ് വെച്ചാൽ ഭയങ്കര ടിപ്പ്. അത് എല്ലാവരും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ. ഇപ്പോൾ തുടങ്ങിയോ, ഞങ്ങൾ 1 വർഷമായിട്ട് തുടങ്ങിയിട്ട്. ഡ്രീം വെന്റ് അതിൻ്റെ പേര്. അല്ല, ഒരു ഡിവൈസാണ്. അല്ലാതെ തന്നെ ഉണ്ട് വേറൊരു ഡിവൈസ്.
വെക്കാനുള്ളത്. അത് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അത് ഞങ്ങൾക്ക് മാത്രമേ വേൾഡിലുള്ളൂ. ഞങ്ങൾ മാത്രമേ അത് വിൽക്കാനായിട്ട് അധികാരമുള്ളൂ. ഞങ്ങൾ അത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഞങ്ങൾക്കാണ്. പണ്ടൊക്കെ നമ്മൾ ഈ സ്വർണ്ണപ്പല്ല് വെച്ചു എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയുണ്ടോ? ഇപ്പോഴും ആളുകൾ സ്വർണ്ണപ്പല്ല് വെക്കുന്നുണ്ട്. ശരിക്കും നല്ല ശരിക്കും സ്വർണ്ണപ്പല്ല് വെക്കുന്നത് വെച്ചാൽ ആ ഗോൾഡിന്റെ പേര് പ്രിസിഷൻ ഗോൾഡ്. പ്രിസിഷൻ ഒരു മിനിറ്റ്. പ്രീഷ്യസ് ഗോൾഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഞങ്ങൾക്ക്. പ്രീഷ്യസ് ഗോൾഡ് അത് മറ്റേ നോർമൽ ഗോൾഡിനേക്കാൾ വില കൂടുതലാണ്. അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് അതിൻ്റെ പുറത്ത് തന്നെ അകത്ത് പല്ലിൻ്റെ കളറ് സ്വർണ്ണ കളറ്, പുറമേ നമുക്ക് സെറാമിക് കോട്ടിങ് കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ പറ്റിയ നല്ല ഗോൾഡ് ഉണ്ട്. അതുകൂടാതെ 24 ക്യാരറ്റിലും പല്ല് വയ്ക്കാം, 20 ക്യാരറ്റിലും പല്ല് വയ്ക്കാം. അങ്ങനെയൊക്കെ വെക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും. പിന്നെ ധാരാളം പേരുണ്ട് ഇപ്പോഴും വെക്കുന്നവർ. പിന്നെ ബിർളയുടെ ഒക്കെ പോലും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബിർളയുടെ തലമുറയിൽപ്പെട്ട ആൾക്കാർ അവരുടെ അറ്റത്ത് ബിർള എന്ന് എഴുതി വെച്ചേക്കണേ ചെയ്തിട്ടുണ്ട്. ബോംബെ നിന്നൊക്കെ അത് ചെയ്ത് മെയിൻ ഡോക്ടേഴ്സൊക്കെ നമ്മുടെ അടുത്താണല്ലോ ചെയ്യിപ്പിക്കുന്നത്. ഇഷ്ടംപോലെ ആളുകൾ പല്ല് വെക്കുന്നുണ്ട് ഗോൾഡിൽ. ചെന്നൈ സൈഡിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ധാരാളം പേര് വെക്കുന്നുണ്ട്. നമ്മള് പല്ല് ഡെൻകെയറിന്റെ ഇത് വേണം, ഡെൻകെയറിന്റെ പല്ല് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണം. അവരിത് വയ്ക്കുന്നു. അത് നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിന് ഞങ്ങൾ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്, ഒതന്റിസിറ്റി കാർഡ്. ആ കാർഡ് ചോദിച്ചു പഠിക്കും. അല്ല, കംപ്ലൈന്റ് എന്താ വേണ്ടത്? എത്ര വർഷം കഴിഞ്ഞാൽ ഇതൊരു മിനിമം വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു കാരണവശാലും കംപ്ലൈന്റ് വരാൻ പാടില്ല. കംപ്ലൈന്റ് വന്നാൽ മാറ്റി തരണം. ഒരു പ്രോഡക്റ്റിന് എന്തുകൊണ്ട് നമ്മൾ 1 വർഷം വാറണ്ടി കൊടുക്കുന്നു? 2 വർഷം അറിയണം. ഡോക്ടർ ഇത് എങ്ങനെയാണ് ചോദിക്കണം. ഇങ്ങനെ ചോദിക്കണം, സാറേ ഇത് ഡോക്ടർ ഇത് എങ്ങനെയാണ്, ഇതിന് വാറണ്ടി ഉണ്ടോ, ഇതിനെങ്ങനെയാണ് ഈ കാര്യങ്ങൾ, ഏത് കാര്യം ചെയ്താലും. അപ്പോൾ നോനൊന്നും ചിലര് പറയും ഇത് വാറണ്ടി ഇല്ല എന്ന് പറയും, ഇത് വാറണ്ടി ഇല്ലെന്ന് പറയും. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ വാറണ്ടി ഉള്ളത് മേടിക്കണം. അത് അന്നേരം പോയി കഴിഞ്ഞാൽ എല്ലാം വെച്ചേക്കണം, ബില്ലും കാര്യങ്ങളും എല്ലാം വെച്ചേക്കണം. നേരെ ചെല്ലണം. ഏത് സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബില്ലും കാര്യങ്ങളും ഉണ്ട്. ബില്ല് ചോദിച്ചു മേടിക്കണം. എന്നിട്ട് ബില്ല് കയ്യിൽ വെക്കണം. എന്നിട്ട് ചോദിക്കണം, ഡോക്ടർ ഇത് ഇന്നതുപോലെ ചെയ്താ ഇതിന് നമ്മൾ മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ ഇത് വെക്കില്ലേ? അല്ല, അതുപോലെ തന്നെ ഇതിന് ചിപ്പ് ഓഫ് ആകാം. ചിലപ്പോൾ ചിപ്പാവാം, ചിലപ്പോൾ വട്ടം ഒടിഞ്ഞു പോവാം. അത് 100 കാര്യങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ ക്ലിയറൻസ് കുറവാണ്. ഒരു മിനിമം തിക്നെസ് വേണമെന്നുണ്ട് ഈ പല്ല് ചെയ്യണതിന്. 2 മില്ലിമീറ്റർ തിക്നെസ് വേണമെന്നുണ്ട്. അതില്ലെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോവാം. ഈ കണക്ടറിൻ്റെ അവിടെ 4 മില്ലിമീറ്റർ തിക്നെസ് വേണമെന്നുണ്ട്. അതില്ലെങ്കിൽ ഒടിഞ്ഞു പോവാം. ചിലപ്പോൾ ഇപ്പോൾ സാറിന് പല്ല് വെക്കേണ്ടി വരുമ്പോൾ എന്താ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറെ കാലമായെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഈ പല്ലിങ്ങനെ തൂങ്ങി എറപ്റ്റ് ചെയ്ത് പോയി ഇങ്ങോട്ട് ഇറങ്ങി വരും. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴെ ഇപ്പോൾ സ്പേസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ തന്നെ ഞങ്ങൾക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒടിയും ചിലപ്പോൾ. അതുകൊണ്ടാണ് പോയാൽ പല്ല് നഷ്ടപ്പെട്ടാൽ അറ്റ് ദി എയർലിസ്റ്റ് പല്ല് വെച്ചിരിക്കണം. നമ്മുടെ ഡെൻകെയർ എന്ന സ്ഥാപനം, നമുക്കിവിടെ ചെറിയ കുറേ സ്ഥാപനങ്ങളുണ്ട് ഈ പല്ലിന്റെ എന്താണ് ഡെൻകെയറിനെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്? ഡെൻകെയറിനെ സംബന്ധിച്ച് ഡെൻകെയറിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം ഏറ്റവും ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗുണമേന്മയുള്ള റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ലോകത്ത് എവിടെയുണ്ടെങ്കിലും അത് തേടിപ്പിടിച്ച് കൊണ്ടുവരും. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95% റോ മെറ്റീരിയൽസും വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. മറ്റു പലരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഒരു കാര്യവും എൻ്റെ മരണം വരെ ചെയ്യരുതെന്നാണ് എൻ്റെ ചിന്ത. ശരിയാണ്, മാർക്കറ്റിൽ നോക്കിയാൽ നമ്മൾ 25% പൈസ കൂടുതലാണ്. പക്ഷേ ഞങ്ങൾക്ക് ചെയ്താൽ തീരാത്ത മാതിരി വർക്ക് ദൈവത്തിൻ്റെ കരുണ കൊണ്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ഞങ്ങളുടെ എംപ്ലോയീസിനോട് എപ്പോഴും പറയാറുള്ളത്, ഏത് കാര്യം ചെയ്യുമ്പോൾ, ഏതൊരു ജോലി, ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, ദൈവത്തിന് ചെയ്യുമ്പോൾ ചെയ്യുക. നമ്മളൊരു കാര്യം ദൈവത്തിന് ചെയ്തു കൊടുക്കുകയാണ്, ദൈവത്തിന് പല്ലുണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് പിന്നെ വേറെ നമ്മൾ രണ്ടാമതോടെ ചിന്തിക്കുമോ? ഇനി അതിലപ്പുറം നന്നായിട്ട് ചെയ്യണം എന്നുള്ള ചിന്ത വരുമോ? പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഏത് കാര്യവും നമ്മൾ ചിന്തിച്ചു നോക്കി. ദൈവത്തിനൊരു നൈറ്റി തയ്ച്ചു കൊടുക്കുന്നു, ദൈവത്തിനൊരു ഷർട്ട് തയ്ച്ചു കൊടുക്കുന്നു. ദൈവത്തിന് നൈറ്റി വേണമെന്നോ ഷർട്ട് വേണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കി.
അപ്പോൾ നമ്മൾ ഒരിക്കലും അതിനകത്ത് ഇനി ഒറ്റ പാളിച്ച വരരുതെന്ന് ആ ഒരു ചിന്തയോടുകൂടി ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും പാളിച്ച വരില്ലെന്നല്ല. പിന്നെ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സ്ഥാപനം എല്ലാ രീതിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡും ഏറ്റവും ഇന്ന് കിട്ടാവുന്നതിൽ ലോകത്ത് കിട്ടാവുന്ന എല്ലാ ടെക്നോളജിയും നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരും. അത് ലോകത്തെവിടെയെങ്കിലും ഡെന്റിസ്ട്രിയിൽ ഏത് ടെക്നോളജി വന്നാലും അത് ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നു ഇന്ത്യയിൽ നമ്മുടെ സ്ഥാപനത്തിലായിരിക്കും. ലോകത്തെവിടെ വന്നാലും 14 വർഷം ഒരു ജർമ്മൻ ടെക്നീഷ്യൻ നമ്മുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്ത് എടുത്ത് ഇവിടെ വരുമ്പോൾ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ലേസർ സിൻഡറിങ് മെഷീൻ കണ്ട് ഏതാണ്ട് 5 കോടി രൂപയോളം വിലയുള്ള ആ മെഷീൻ കണ്ട്. അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനോട്ടും നല്ല നോട്ടും പോലെയോ അഥവാ കോയിൻ ഉരുക്കി പല്ലുണ്ടാക്കുന്ന ആളുകളും നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്, ഇന്ത്യയിൽ ആകമാനമുണ്ട്. വെറും കോയിൻ ഉരുക്കിയിട്ട് പല്ലുണ്ടാക്കുന്നു. വെറും കോയിൻ, നമ്മുടെ കോയിനില്ലേ, നമ്മുടെ നാണയം, ആ നാണയം ഉരുക്കി പല്ലുണ്ടാക്കുന്നു ചിലരെല്ലാം. അതും നോക്കുമ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ മെറ്റലിൻ്റെ ക്യാപ്പ് അത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ഏതാനും നാൾ കഴിയുമ്പോൾ അറിയാം. അതെല്ലാം തുരുമ്പെടുക്കും, തുരുമ്പ് മാതിരി എടുക്കും. അതൊക്കെ എല്ലാം അത് തന്നെയല്ല, ഒരിക്കലും മനുഷ്യ ശരീരത്തിന് നല്ലതല്ലല്ലോ. ഇനി ഈവൻ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സംവിധാനമാണ് അലൈനർ. ഞങ്ങളുടെ ഡെൻകെയർ ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം, അതായത് നേരത്തെയൊക്കെ നമ്മൾ പല്ല് പൊങ്ങിയതാണെങ്കിൽ അല്ലെങ്കിൽ പല്ലിൻ്റെ നിര തെറ്റിയില്ല, ഇപ്പോൾ സാറിൻ്റെയൊക്കെ പോലെ അങ്ങനെയുള്ളത് എപ്പോഴും നമ്മൾ ഈ ബ്രാക്കറ്റും എല്ലാം വെച്ചിങ്ങനെ കമ്പി നമ്മൾ കണ്ടിട്ടില്ലേ, കട്ടയൊക്കെ വെച്ചിങ്ങനെ കമ്പി അത് അങ്ങനെ വെച്ച് കെട്ടണമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സംവിധാനം വന്നു, അലൈനർ. എല്ലാം ഡിസൈൻ എല്ലാം ചെയ്യുന്നു, എല്ലാം അതിൻ്റെ രീതിക്കനുസരിച്ച് എല്ലാം ഡിസൈൻ ചെയ്യുന്നു, എങ്ങനെ പല്ല് എങ്ങോട്ട് മൂവ് ചെയ്യണമെന്നെല്ലാം നോക്കുന്നു. അതെല്ലാം ക്യാഡിലെല്ലാം ഡിസൈൻ ചെയ്യുന്നു. എന്നിട്ടൊരു ഒരു ഒരു തെർമോഫോം ഒരു ഷീറ്റാണത്, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്. പക്ഷെ അത് ഞങ്ങളുടെ ഷീറ്റ് മുഴുവനും ജർമ്മനിയിൽ നിന്നാണ് വന്നത്. ഒരു ഷീറ്റ് പോലും ഞങ്ങൾ ജർമ്മനിയെ ഉയർത്തിപ്പറയല്ലേ, ജർമ്മനിയിൽ അവരെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്റ്റാൻഡേർഡുള്ള ക്വാളിറ്റി ഉള്ള സാധനം മാത്രം ഉപയോഗിക്കുന്നു. ഇവിടെ ആളുകൾ വെറും ചൈനയിൽ നിന്ന് സാധനം മേടിച്ച് വെച്ച് ചുമ്മാ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കാണുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഇരിക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ലീച്ചിങ് ഒക്കെ ഉണ്ടായിട്ട് ഈവൻ കുറേ 1.5 വർഷം 1 വർഷത്തോളം വായിൽ വെക്കണം, വെറും പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ അത് കൾച്ചർ ഉണ്ടാവുന്നു, അങ്ങനെയുള്ള പല ഇതൊക്കെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും അങ്ങനെ, നമുക്ക് ലാഭം വേണം, പക്ഷേ കാലാകാലങ്ങൾ നമ്മൾ പൈസ കൂട്ടും, പക്ഷെ ഒരിക്കലും റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്കകത്ത് കുറവ് വരുത്തില്ല. ഇതൊന്നും പുറത്ത് പറയണമെന്നല്ലോ ഞാൻ പറഞ്ഞു. പക്ഷേ പ്രോഡക്ട്സ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ ഇത് വെച്ചും കൊടുക്കുന്നുണ്ടോ? ഇല്ല, വെക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബയേഴ്സ് എന്ന് പറയുന്നത് ഈ ഡെന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് മാത്രമാണ്. B2B ആണ്. ഡെന്റിസ്റ്റ്, ഡെന്റൽ ഹോസ്പിറ്റൽസ്, ഡെന്റൽ കോളേജുകൾ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞങ്ങൾ മെയിനായിട്ടും കൊടുക്കുന്നത്. ഡെന്റിസ്റ്റാണ് ഞങ്ങളുടെ ബയേഴ്സ്.